അതിലിനി ചാനലിൽ ഇതുപോലെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്കും മനസ്സിൽ ഇങ്ങനെ ഉടമ്പടി എടുക്കാം എന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഞാൻ എടുത്തതായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ അതെടുത്തതായിട്ട് അപ്പോൾ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ കാരണം വേറൊരു കാരണം ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടികൾക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കറുത്ത മുഖമായിട്ട് ഇങ്ങനെ നിൽക്കും. ഭയങ്കര ബദ്ധശത്രുക്കളായിരുന്നു. പക്ഷേ ഞാൻ ഈ മെയ് 13-ാം തീയതി ഇങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ വിളിക്കുകയാണ്, അങ്ങളെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ഇത് ഭയങ്കര വലിയൊരു അത്ഭുതമായി പോയി ശരിക്കും. കാരണം അത്രയ്ക്കും ഇവർ തമ്മിൽ ഭയങ്കര വിദ്വേഷമായിരുന്നു. അങ്ങനെ അതോടുകൂടി ആ വിദ്വേഷം മാറി ഞങ്ങളിപ്പോൾ ഭയങ്കര സ്നേഹത്തിലായി. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡ് നമുക്ക് ലോക്ക്ഡൗണൊക്കെ ആയിരുന്നപ്പോഴേ പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കുർബാന കാണും. ഈ കുർബാന കാണാനായിട്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് 1 മണിക്കൂറോളം ചുമച്ച് കപ്പ് കയ്യിൽ പിടിക്കും. എന്നിട്ട് ഈ ചുമച്ച് ഈ കഫം മുഴുവനും ഇങ്ങനെ തുപ്പിയെടുക്കലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് തേനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിന് യാതൊരു കുഴപ്പമില്ല. എല്ലാ പ്രശ്നവും മാതാവ് മാറ്റി തന്നു. പിന്നെ എൻ്റെ മൂത്ത മോൾക്ക് ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതും മാതാവ് ഇപ്പോൾ മാറ്റി തന്ന്. രണ്ടാമത്തെ മോൾക്ക് അവൾ ആദ്യം ബോംബെയിലായിരുന്നു. അവിടെ 5 വർഷം ഹസ്ബൻഡിൻ്റെ ജോലിയുമായിട്ട് താമസിച്ച് അത് കഴിഞ്ഞ് പിന്നെ അവർ ബാംഗ്ലൂർക്ക് വന്ന് ഈ ബോംബെയിലായിരുന്നപ്പോൾ തൊട്ട് അവളൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ മാതാവ് കനിഞ്ഞനുഗ്രഹിച്ച് 10 കൊല്ലമായി. എന്നാലും ഈ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് 2021 ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത്. അതിന് ശേഷം അവർക്കൊരു താമസിക്കാനൊരു ഫ്ലാറ്റ് കിട്ടി. അവർ ഈ 2022 ജനുവരി 22-ാം തീയതി അവരതിൽ താമസിച്ച്. അതുപോലെ അവൾക്ക് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരുന്നു. അത് ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും അപേക്ഷിച്ച് ലൂക്ക 18:27 പറയില്ലേ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. അതുകൂടാതെ അവളുടെ മോൻ 5 വയസ്സായി. മോന് അവന് എന്ത് ചെയ്താലും മോശം പോവില്ല. 1 മാസം 1.5 മാസം കൂടുമ്പോഴാണ് അവന് വയറ്റിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഡോക്ടറെ കാണിക്കും, അവൻ മരുന്ന് കുടിക്കില്ല. പിന്നെ ടാബ്ലറ്റ് വയ്ക്കും. ടാബ്ലറ്റ് വെച്ച് കഴിഞ്ഞാലും ഇവന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര പേടിയാണ്. ടോയ്ലറ്റ് കാണുമ്പോൾ അവന് ഭയങ്കര പേടി പോലെയായിരുന്നു. ഇവർ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഇവർ വിഷമിച്ച് അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവനിപ്പോൾ നല്ല മിടുക്കനായിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാ ദിവസവും അവനിപ്പോൾ ഒരു പേടിയില്ലാതെ അവൻ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ കൊച്ചിന് 3-3.5 വയസ്സ് വരെ അവനൊന്നും മിണ്ടൂലായിരുന്നു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും യെസ് നോ, ഇത് മാത്രമേ അവൻ പറയുള്ളൂ. ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇഷ്ടം പോലെ വർത്താനം പറഞ്ഞ് ഓടിച്ചാടി കളിച്ച് രസിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഇവന് പറയാനുള്ളത് ആകെ യെസ് ഓർ നോ മാത്രമാണ്. അതുകൊണ്ട് വിഷമിച്ച് പിന്നെ അവന് അതും മാതാവ് ശരിയാക്കി കൊടുത്ത് ഇപ്പോൾ അവന് ഇഷ്ടം പോലെ വർത്താനം പറഞ്ഞ് സന്തോഷമായിട്ട് നടക്കുന്നു. എൻ്റെ മോൻ അവനൊരു ജോലി മാറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവൻ വിചാരിക്കുന്ന ഒരു ഫീൽഡിലേക്ക് അവന് വരാൻ പറ്റില്ല. അവന് ജോലിയുണ്ട്, എന്നാലും വിചാരിക്കുന്ന ഒരു ഫീൽഡിലേക്ക് അവന് കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിതുപോലെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അവനൊരു ജോലി ഇപ്പോൾ കിട്ടി. അവന് വിചാരിച്ച ഫീൽഡിലേക്ക് പറ്റി. അവന് ഏത് കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചാലും ഇവിടുന്ന് കിട്ടിയ കാശ് രൂപ ഞാൻ കൈ കൊടുക്കും. അപ്പോൾ ഏത് കമ്പനിയിൽ ഇൻ്റർവ്യൂ ആയാലും അവന് പല ഓഫറുകളായി അവന് കിട്ടുന്നത്. ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ്. എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും